ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന നമ്മൾ മുമ്പ് താമസിച്ച ഒരു വില്ല. നമ്മൾ ഒമാനിൽ മുമ്പ് കൊറോണ സമയത്ത് ഇവിടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് താമസിച്ചൊരു വില്ലുണ്ട് സൂക്കിൽ. ആ വില്ലയിലേക്ക് പോയ ഒരു വീഡിയോ ആണ്. അവിടെയുള്ള പഴയ നമ്മളെ കുറച്ച് ആൾക്കാരുള്ളൂ, രണ്ട് ടീമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പോയിട്ടോ. വേറെ 2-3 ആൾക്കാരൊക്കെ നല്ല ഫാമിലീസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ നാട്ടിലാണ്. പിന്നെ ഇപ്പോൾ അവിടെ ഉള്ളതിപ്പോൾ 2 ഫാമിലി. അവരെ കാണാൻ വേണ്ടി പോയി. നമ്മൾ താമസിച്ച വില്ല അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ വില്ലയിലേക്കുള്ളതാ. ഇതാണ് വില്ല. ആ ഗേറ്റ് കണ്ടോ? അതിൻ്റെ ഉള്ളിൽ 10 വില്ലകളുണ്ട്. ഈ 10 വില്ലകളിൽ നമ്മളിതപ്പോൾ ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ വില്ല. ഇത് ഫസ്റ്റത്തത് അല്ല, ഇതല്ല, അതിൻ്റെ തൊട്ടടുത്തത് ആ കാർ നിർത്തി അതാണ് നമ്മൾ നിന്ന വില്ല. ഇതൊക്കെ ടോട്ടൽ 10 വില്ലകളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അന്നൊക്കെ എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു. കുറേ കുട്ടികൾ, ഇതിപ്പോൾ അവിടെയുള്ള പുതിയ ഫാമിലീസിൻ്റെ കുട്ടികളും പിന്നെ പഴയുള്ള 2 ഫാമിലീസിനെ അറിയാം. അവരെ ഒക്കെ കണ്ട്. അതായത് ട്വിൻസാണ്. ഇത് നമ്മളെ അടുത്തുള്ളവരെ ചെറിയ മോനായിരുന്നു. ഇപ്പോൾ കുറച്ച് വലുതായി. അവനായിരുന്നു അവിടുത്തെ ചെറിയ കുട്ടി. ഇപ്പോൾ കുറച്ച് വലുതായി. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്തുള്ളവരെ ആദി, അൻവിത എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികളെ വീട്. അങ്ങനെ എന്താ പറയുക, അന്നൊക്കെ എന്ന് പറയുന്നത് എല്ലാവരും നിറച്ചും കോമ്പൗണ്ടിൽ കുട്ടികൾ, കോമ്പൗണ്ടിൻ്റെ പുറത്തുനിന്ന് ഫുട്ബോൾ കളി, അങ്ങനെ നല്ല രസമായിരുന്നു. അന്ന് കൊറോണ സമയം ആയതുകൊണ്ട് ആർക്കും സ്കൂളില്ല, എല്ലാവർക്കും ഓൺലൈനിൽ. അപ്പോൾ ആ ഓൺലൈൻ കഴിഞ്ഞാൽ എല്ലാവരും ഓടും കളിക്കാൻ. ഞാൻ വരെ അവിടെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കുട്ടികളെ കൂടെ ഷട്ടിൽ കളിക്കായിരുന്നു രാത്രിയൊക്കെ. നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉള്ള സമയമായിരുന്നു കേട്ടോ അന്നൊക്കെ. നല്ല ക്ലൈമാറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു അന്നത്തെയൊക്കെ ഒരു ഇത് അൻവിത കേട്ടോ. ആ വീടിൻ്റെ അവിടെയുള്ള കുട്ടിയാണ് കേട്ടോ. മോൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ഇവിടെ സ്കൂളിൽ. ഇപ്പോഴും വരെ ഒരുമിച്ചിട്ടാണ്. അതാണ് അവരെ അമ്മ. അപ്പോൾ എന്താ പറയുക, അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. പിന്നെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, ഫാത്തിമ, ബഷീർ ഖാൻ, അവരെ മക്കൾ 2, റഹ്മ, ഷഹൽ. പിന്നെ വേറൊരു കന്യാകുമാരിയിലുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ ഈ കോമ്പൗണ്ടിലല്ല, വേറെ വില്ലയിലാണ്. അവരെ മോന് എന്താണ്, അവൻ്റെ പേരെന്തായിരുന്നു, ഹഫീസ്. അതിൻ്റെ മൂത്തൊരു കുട്ടീൻ്റെ, അതിൻ്റെ എനിക്ക് എത്ര ഓർമ്മ കിട്ടുന്നില്ല പേര്. അങ്ങനെ അവരൊക്കെ ആയിട്ട് നമ്മളിവിടുന്ന് ഒരുമിച്ച് വൈകുന്നേരം നടക്കാനൊക്കെ പോയിരുന്നു, ഫാത്തിമ, ഞാൻ. അപ്പോൾ ഇവർ വരില്ല, ഇവർക്ക് ചെറിയ മോനായിരുന്നു. ആ കുട്ടീനെ ഞാൻ കാണിച്ചു തന്നില്ല, അവന് ചെറുതായിരുന്നു, അയാൻ. അപ്പം അന്ന് ചെറുതായതുകൊണ്ട് അവരെൻ്റെ കൂടെ വരലില്ല. നമ്മൾ ഫാത്തിമ, പിന്നെ ഞാൻ പറഞ്ഞില്ല കന്യാകുമാരിയിൽ അവർ, പിന്നെ റഷീദ എന്ന് പറഞ്ഞിട്ട് അവർ തൃശ്ശൂരവരാണ്. അവർ വേറെ വില്ലയിലാണ്. നമ്മൾ തൊട്ടടുത്ത് തന്നെ, ഇതിൻ്റെ വേറെ ബാക്ക് സൈഡായിട്ട്, ആ സൈഡായിട്ട് വരും. അപ്പോൾ അവർ 3 മക്കൾ അവർക്ക്. അതിൽ റംസാൻ മോൻ്റെ കൂടെയൊക്കെ കളിക്കുന്ന കുട്ടിയായിരുന്നു. അവർ പിന്നെ അവിടെ ഉള്ള സമയത്ത് അവർ നാട്ടിൽ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ഫാമിലീസ് ഉണ്ട്. പിന്നെ അനന്തുൻ്റെ അമ്മ സ്കൂളിലെ ടീച്ചറാണ്. അവരിവരെ റിലേഷൻ തന്നെയാണ്, അൻവിതൻ്റെ ആദ്യൻ്റെ ഒക്കെ റിലേഷനാണ്. അങ്ങനെ എല്ലാവരും കൂടി ഉള്ളൊരു നല്ല കുറേ കുട്ടികൾ ഒക്കെ ഉള്ളൊരു നല്ലൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അവർ ആ സമയത്തെ ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് കുട്ടികളൊക്കെ കൂടി തുടങ്ങി. ആ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. അത് വീണ്ടും അങ്ങനെ പുതുക്കിക്കൊണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ കുറേ വന്നതിന് ശേഷം പിന്നെ വില്ലയിലേക്ക് പോയിട്ടില്ല. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. വന്ന് വൈകുന്നേരം ആകുമ്പോൾ അസർ നിസ്കരിച്ചിട്ട് ഞാൻ, ഫാത്തിമ, ഞാൻ പറഞ്ഞില്ലേ റഷീദ, പിന്നെ ആ കന്യാകുമാരിയിൽ അവരുടെ പേര് എനിക്ക് മറന്നുപോയി. അവരൊക്കെ കൂടി നമ്മളിവിടെ നിന്ന് ഇറങ്ങും. ഞാൻ ഫാത്തിമയും പോകുന്ന വഴിക്ക് അവരെ കൂട്ടും. അങ്ങനെ വേറൊരു സ്ഥലമുണ്ട് നടക്കാൻ പോകുന്ന. അവിടെ കുറേ അറബ്സ് കാര്യങ്ങളൊക്കെ, കുറച്ച് ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ നടക്കാൻ പോകും. തിരിച്ച് വന്ന് നിസ്കാരം കാര്യങ്ങളും അതും ഇതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ രാത്രി പഠിപ്പൊക്കെ കഴിഞ്ഞാൽ, എല്ലാവരും ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ കുട്ടികൾ പുറത്തിറങ്ങും. നല്ല രസമായിരുന്നു അന്നൊക്കെ. ഇത് ഇപ്പോൾ ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലാണ്. പക്ഷേ എല്ലാവരും പഠിപ്പ്, എല്ലാവരും വലിയ ക്ലാസ്സിലായി. ഇപ്പോൾ അനന്തൊക്കെ ആദ്യമൊക്കെ 10th അവർക്കൊക്കെ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയി. പിന്നെ
ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒഴിവില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കോമ്പൗണ്ട് കേട്ടോ, നല്ല രസമായിരുന്നു അവിടെ അന്ന്. ഇപ്പോഴൊക്കെ അത്ര ആൾക്കാരില്ല, ഉണ്ട് ഒക്കെ പുതിയ ഫാമിലീസിലുള്ള കുട്ടികൾ. അവരൊക്കെ 2 ട്വിൻസ് ഉണ്ട് അവിടെ, നല്ല രസം. ഇതാണ് ഞാൻ പറഞ്ഞ അനന്തു, നന്നായിട്ട് പഠിക്കുന്ന മക്കൾ. ഇത് അൻവിത മോൻ്റെ ക്ലാസ്സിലാണ്. അങ്ങനെ എന്താ പറയുക, അന്നത്തെ ഒരു കാലഘട്ടം ഒന്നും മറക്കാൻ പറ്റുന്നില്ല. അതൊന്നും തിരിച്ച് കിട്ടില്ല, പോയ കാലങ്ങളൊക്കെ തിരിച്ച് കിട്ടില്ല എന്ന് പറയില്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ സൗഹൃദങ്ങൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അത് നമുക്കൊരു ബലമാണ് അല്ലേ. സൗഹൃദങ്ങൾ നമുക്ക് എപ്പോഴും ബലമാവും. നമ്മളെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഒരു അമ്മ അച്ഛനെ സംരക്ഷിക്കുന്ന, ഒരു സഹോദരങ്ങൾ സംരക്ഷിക്കുന്ന പോലെ ഉള്ള ഒരു ബന്ധമാണ് ശരിക്കും യഥാർത്ഥ സുഹൃത്ത് ബന്ധങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്ത് ബന്ധം എനിക്കുണ്ട് കേട്ടോ. കുറേ ഒന്നുമില്ലെങ്കിലും 1-2 ബന്ധങ്ങൾ എനിക്കുണ്ട്. അത് ഞാനിപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പല സൗഹൃദങ്ങളുണ്ട്, പക്ഷേ അവരൊക്കെ എന്താ പറയുക, അത്രത്തോളം എത്താത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എൻ്റെ ഉള്ളപ്പോൾ ഉള്ള സൗഹൃദങ്ങളെന്ന് പറയുന്നത് അത്രയും നല്ലൊരു ഇതായിട്ടാണ് കാണുന്നത്. അപ്പം കുട്ടികൾ കുറച്ച് നേരം ഇവിടെ നിർത്തി, നമ്മൾ പിന്നെ പുറത്ത് പോയി ഒന്ന് കറങ്ങി വന്ന്, പിന്നെ ട്യൂഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ വരുമ്പം കൂട്ടിയിട്ട് പോകേണ്ടി വന്നു. ഓക്കെ, എന്നാൽ ശരി, ബൈ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.